ഇത് മനസ്സിലാക്കണം. ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ആദ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലാണ്. ഇസ്ലാമിക് മത തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ളതും ഏറ്റവും കൂടുതൽ ഈ പാലസ്തീനെയും ഈ ഹമാസിനെയും സപ്പോർട്ട് ചെയ്യുന്നവരും കേരളത്തിലുള്ളവരാണ്. ഇന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ അക്ഷരാർത്ഥം ഞെട്ടിപ്പോയി. കേരളത്തിൽ കുറേ ആളുകൾ കിടന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി നടത്തുകയാണ്. കേരളത്തിൽ റാലി നടത്തിയാൽ ബെഞ്ചമിൻ നെതന്യാഹു പേടിക്കുമോ? കേരളത്തിലെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഇതിന് എതിർപ്പാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് വല്ലതും സംഭവിക്കുമോ? എന്ത് പൊട്ടന്മാരാണ് ഇവന്മാരെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറായിട്ടുണ്ട്. ലോകം മുഴുവൻ പ്രതിഷേധമാണ്. ലോകം മുഴുവൻ പ്രതിഷേധിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഇത് വല്ലതും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? അവരിത് കൂസാക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരൊറ്റ ഉദ്ദേശമുണ്ട്, ലോകം മുഴുവൻ ഇസ്ലാമിക് മത തീവ്രവാദം ആളിക്കത്തിക്കുക. എന്നിട്ട് മറ്റുള്ള മതം, പ്രത്യേകിച്ച് യഹൂദനോടാണ് ഇവൻ്റെ വൈരാഗ്യം. യഹൂദനോടുള്ള വൈരാഗ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. യഹൂദനോടാണ് ഇവൻ്റെ വൈരാഗ്യം. അതിനുശേഷം ക്രിസ്ത്യാനിയോടാണ്, അതിനുശേഷമുള്ളത് ഹിന്ദുവിനോടാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാം വൽക്കരിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മറ്റ് മതങ്ങളെ കൊലവിളിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ.